നിങ്ങൾ എപ്പോഴെങ്കിലും പുതിയ ഷർട്ട് വാങ്ങിച്ച് ധരിച്ചപ്പോ പാന്റും ഷൂസും വാച്ചൊക്കെ പഴയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഷർട്ടിന് മാച്ച് ആകുന്ന പാന്റും ഷൂസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. ഇതിപ്പോ ഡ്രസ്സിന്റെ കേസിൽ മാത്രമല്ല, എന്തായാലും ഇതിനെയാണ് ഡിട്രോട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. 18th സെഞ്ചുറിയിൽ ഫ്രഞ്ച് ഫിലോസഫറായ ഡെന്നിസ് ഡിട്രോട്ട് ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് ധരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സറൗണ്ടിങ്സിലുള്ള ഡെസ്ക് പഴയതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ആ ഡെസ്ക് റീപ്ലേസ് ചെയ്ത് പുതിയത് വാങ്ങിച്ചു വെച്ച്. പിന്നെ അദ്ദേഹത്തിന് ആ ചെയറും പഴയതായിട്ട് തോന്നാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ആ ചെയറും റീപ്ലേസ് ചെയ്ത്. അങ്ങനെ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹം കുറെ ഇമ്പൾസീവായിട്ട് കുറെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത്. ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് ധരിച്ചപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്ത്. അദ്ദേഹം തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹം അതിനെ അടിമയായി മാറിയെന്ന്. ഈ മോഡേൺ വേൾഡിൽ കുറെ പ്രൊഡക്റ്റ് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ പ്രൊഡക്ട്സ്. ഒരു ഐഫോൺ അല്ലെങ്കിൽ ഒരു മാക്ബുക്ക് പർച്ചേസ് ചെയ്താൽ അതിനെ ചുറ്റിപ്പറ്റി കുറെ പ്രൊഡക്ട്സ് എക്സ്ട്രാ നമ്മൾ വാങ്ങേണ്ടി വരും. കാരണം അത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇനി എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈഫിൽ ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ആസ്ക് വൺ ക്വസ്റ്റ്യൻ: ഇത് ഡിട്രോട്ട് എഫക്റ്റിന്റെ ഭാഗമാണോ, ഓർ ഇത് ശരിക്കും എനിക്ക് വേണമോ എന്ന്. ആൻഡ് പിന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾക്ക് എന്താണ് ഇനഫ് എന്ന്.